വെൽക്കം സ്റ്റുഡൻസ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ് ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ മൈസെൽഫ് ഉഷ. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ സിനാപ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ സിനാപ്സ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഇതൊരു സിനാപ്സാണ്. ഇത് മാത്രമല്ല, സിനാപ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ വിടവല്ല കേട്ടോ. സിനാപ്സ് ഈ ജംഗ്ഷൻ രണ്ടും ചേരുന്ന ഭാഗമാണ് സിനാപ്സ്. ഇത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ്. ഇതല്ല, അതാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇതാണ് സിനാപ്സ്, ചേരുന്ന ഭാഗം. അപ്പോൾ രണ്ട് ന്യൂറോണുകൾ അല്ലെങ്കിൽ നാഡീകോശങ്ങൾ ചേരുന്ന ഭാഗം സിനാപ്സ്. ഒരു നാഡീകോശം ഒരു ഗ്രന്ഥികോശവും ചേരുന്ന ഭാഗവും സിനാപ്സ്. ഒരു നാഡീകോശവും ഒരു പേശികോശവും ചേരുന്ന ഭാഗവും സിനാപ്സ്. ഇപ്പം ഞാൻ രണ്ട് നാഡീകോശങ്ങൾ അല്ലെങ്കിൽ രണ്ട് ന്യൂറോണുകൾ ചേരുന്ന ഒരു സിനാപ്സ് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ള ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇതിലൂടെ ഇമ്പൾസ് ആവേഗം കടന്നു പോകുന്നത് എങ്ങനെയാണ്? ഡെൻഡ്രൈറ്റുകൾ അടുത്ത ന്യൂറോണിൽ നിന്ന് സ്വീകരിക്കുന്നു, ഡെൻഡ്രോണിലൂടെ കോശശരീരത്തിൽ അല്ലെങ്കിൽ സെൽ ബോഡിയിലെത്തുന്നു, ആക്സോണിലൂടെ പുറത്തേക്ക് പോകുന്നു, ആക്സോണൈറ്റുകളിലൂടെ സിനാപ്റ്റിക് നോബിലെത്തുന്നു. അപ്പം നിങ്ങൾക്കറിയാം, സിനാപ്റ്റിക് നോബ് കഴിഞ്ഞ് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. അവിടെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു. സിനാപ്റ്റിക് നോബിൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ പഠിച്ചതാണ്. അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ നാഡീയ പ്രേഷകം എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്കറിയേണ്ടത്, ഈ ഇമ്പൾസിനെ എങ്ങനെയാണ് സിനാപ്സിലൂടെ കടത്തി അപ്പുറത്ത് വിടുന്നത്, നാഡീയ പ്രേഷകം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് കടത്തി വിടുന്നതെന്നാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ ഈ സിനാപ്റ്റിക് നോബ് കണ്ടല്ലോ, ഈ ബൾബിലേക്ക് സ്ട്രക്ചർ, ഈ മുഴ പോലുള്ള ഭാഗം, അതിനെയാണ് ഞാനിത് എങ്ങനെ വരച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പുസ്തകത്തിൽ ഇതൊരു ചിത്രമുണ്ട്, ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇതെന്താണെന്നറിയാം, ഈ ഡെൻഡ്രൈറ്റിൻ്റെ ഒരു കോശം, ഈ ഡെൻഡ്രൈറ്റ് ചെറിയ ചെറിയ കോശങ്ങളല്ല, ഈ ഡെൻഡ്രൈറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇത് കാണിച്ചിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ ന്യൂറോൺ, ഈ സെല്ലിൻ്റെ ഡെൻഡ്രൈറ്റിൻ്റെ ഭാഗമാണ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആവേഗം ഇമ്പൾസ് ഇതിലേ വന്നു, ഇവിടേക്ക് കയറിയിട്ട് എവിടേക്ക് കയറണം? ഇനി ഇപ്പുറത്തെ ഡെൻഡ്രൈറ്റിലേക്ക് കയറണം. ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് ഇതാ കാണുകയാണ്. ഈ ഗ്യാപ്പിലൂടെ എങ്ങനെ പോകുമെന്നാണ് നമുക്കറിയേണ്ടത്. ദ ഇമ്പൾസ് ഇവിടെ എത്തി. ഇവിടെ ഇതൊരു ഇലക്ട്രിക് ചാർജാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം സിനാപ്റ്റിക് നോബിനകത്ത് കണ്ടോ, ഇങ്ങനെ വെസിക്കിളുകൾ പോലെ ഇരിക്കുന്നത് കണ്ടോ? ഈ വെസിക്കിളിൻ്റെ അകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേഷകത്തെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഇമ്പൾസ് ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു പ്രേരണ കൊണ്ട് ഈ വെസിക്കിളുകൾ അറ്റത്തേക്ക് നീങ്ങുകയും ഇവിടെ വന്ന് ഇത് പൊട്ടിയിട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് ഓരോ തരം ആവേഗത്തിനും ഓരോ തരം ന്യൂറോ ട്രാൻസ്മിറ്റർ, നമ്മൾ 2 എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അസിറ്റിൽകോലിൻ, ഡോപ്പാമിൻ പോലുള്ളവ. അവ ക്ലെഫ്റ്റിലേക്ക്, വിടവിലേക്ക് ഇങ്ങനെ സ്രവിക്കുകയും ഈ സ്രവിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിൻ്റെ പ്രേരണ കൊണ്ട് ഇത് തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കുകയും അങ്ങനെ ആവേഗങ്ങൾ അതിലൂടെ കടന്നങ്ങ് പോവുകയും ചെയ്യും. അത് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ, ഇവിടെ ഇലക്ട്രിക് ഇമ്പൾസിനെ കെമിക്കൽ ഇമ്പൾസാക്കി, പിന്നെ അതിനെ ഇലക്ട്രിക് ഇമ്പൾസാക്കിയൊക്കെ നിങ്ങൾ അത്രത്തോളം പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് സിനാപ്സിലൂടെ ആവേഗങ്ങൾ കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇത്രയും മാത്രം. എന്താ ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ സിനാപ്റ്റിക് നോബിൽ നിന്ന് നാഡീയ പ്രേഷകങ്ങൾ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിക്കുകയും ഇവയുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെ ഉദ്ദീപിപ്പിക്കുകയും ആവേഗങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ when the impulse reaches the synaptic knob, some chemicals called neurotransmitters are released to the synaptic cleft and it stimulates the dendrite. It stimulates the dendrite of adjacent neuron. Thus the impulse get transmitted through the synapse. അപ്പോൾ സിനാപ്സ് എന്താ? സിനാപ്സിലൂടെ ആവേഗം കടന്നു പോകുന്നത് എങ്ങനെയാണ്? ഈ 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ സിനാപ്സ് എന്താ? ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ, a neuron and a muscle cell or a neuron and a glandular cell. How the impulse get transmitted through the synapse? എങ്ങനെ കടന്നു പോകുന്നു? When the impulse reaches the synaptic knob, some chemicals called neurotransmitters are released and these neurotransmitters stimulate the adjacent ഡെൻഡ്രൈറ്റ്. ദാസ് ദ ഇമ്പൾസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ്. നാഡീയ പ്രേഷകങ്ങൾ ശ്രവിച്ചുകൊണ്ട് ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ നാഡീയ പ്രേഷകങ്ങൾ ശ്രവിച്ചുകൊണ്ട് തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി ആവേഗങ്ങൾ തുടർച്ചയായി കടന്നു പോവുകയും ചെയ്യുന്നത്. വീണ്ടും അടുത്ത എൻഡിലെത്തുമ്പോൾ വീണ്ടും ഇത് സംഭവിക്കും. അങ്ങനെ എവിടെയാണോ പ്രോജക്റ്റ് അവിടെ എത്തുന്നത് വരെ ഇങ്ങനെ ഈ രീതിയിൽ നാഡീയ പ്രേഷകത്തിൻ്റെ സഹായത്തോടെ കടത്തിവിട്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതാണ് സിനാപ്സും കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ്. ഇനി നമ്മൾ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ജനറേറ്റ് ചെയ്യുന്നു എവിടെ? റിസപ്റ്ററിൽ ജനറേറ്റ് ചെയ്യുന്നു. ഗ്രാഹിയിൽ ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ഏതിലൂടെ കടന്നു പോകും? ആക്സോണിലൂടെ കടന്നു പോകും.
അപ്പം നമുക്കിനി അറിയേണ്ടത് എങ്ങനെയാണ് ഒരു ഇമ്പൾസ് ആവേഗം രൂപപ്പെടുന്നതും കടന്നു പോകുന്നതും എങ്ങനെയെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇതൊരു ആക്സോണാണ്. ഇതിന് സാധാരണ നമ്മൾ പറയുന്ന ഒരു കോശം പോലെ തന്നെ ഒരു പ്ലാസ്മ മെമ്പറേന് ഉള്ളിൽ സൈറ്റോപ്ലാസം അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ആക്സോൺ. ഇതിപ്പോൾ റെസ്റ്റിങ്ങിലാണ്. അപ്പം ഇത് റെസ്റ്റിങ്ങിലിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇമ്പൾസ് ഇതിലൂടെ കടന്നു പോകുന്നില്ല. ഈ സമയത്ത് ഇതിൻ്റെ പുറം ഭാഗത്ത് പോസിറ്റീവ് ചാർജും ഉൾഭാഗത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും പറയുക, അയണുകളുടെ വിതരണത്തിലുള്ള വ്യത്യാസം കാരണം. എന്താണ് ഈ അയണുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പുറത്ത് സോഡിയം കൂടുതലായിരിക്കും, ഉള്ളിൽ പൊട്ടാസ്യം അയോണുകളും നെഗറ്റീവ് ചാർജുള്ള പ്രോട്ടീനുകളും കൂടുതലായിരിക്കും. അതൊന്നും നിങ്ങളിവിടെ പറയണ്ട. അയണുകളുടെ വിതരണത്തിലുള്ള വ്യത്യാസമെന്ന് മാത്രം പഠിച്ചാൽ മതി. അയണുകളുടെ വിതരണത്തിലുള്ള വ്യത്യാസം കാരണം ഒരാക്സോണിൻ്റെ പുറം ഭാഗം പോസിറ്റീവ് ചാർജും ഉൾഭാഗം നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഇനി ഞാനിതിനെ എ എന്നും ബി എന്നും രണ്ട് പാർട്ടായി തിരിക്കുകയാണ്. എ എന്നും ബി എന്നും. ഈ ഒരു ഭാഗത്തേക്ക് ഏതെങ്കിലും ഉദ്ദീപനം അനുഭവപ്പെട്ടാൽ ആ ഉദ്ദീപനം അനുഭവപ്പെടുന്ന ഭാഗത്ത് പെട്ടെന്ന് അയണുകളുടെ വിതരണത്തിൽ മാറ്റം സംഭവിക്കും. അതായത് ആ ഒരു പർട്ടിക്കുലർ പാർട്ട്, ആ ഒരു ഭാഗത്ത് മാത്രം ഉൾഭാഗം പോസിറ്റീവും പുറംഭാഗം നെഗറ്റീവുമായിട്ട് മാറുകയും ഈ ചാർജ് വ്യതിയാനം ഒരു ഇലക്ട്രിക് ചാർജ് അവിടെ രൂപപ്പെടാൻ, ഈ അയണുകളുടെ വിതരണത്തിൽ വന്ന ഈ മാറ്റം ഇവിടെ ഒരു ഇലക്ട്രിക് ചാർജ് രൂപപ്പെടാൻ കാരണമാകുകയും ഈ മാറ്റം തൊട്ടടുത്ത ഭാഗത്തെ ഉദ്ദീപിപ്പിക്കുകയും അവിടെയും അതേ മാറ്റം സംഭവിക്കുകയും ചെയ്യും. അതായത് ആ ഭാഗത്ത് പെട്ടെന്ന് ഉൾഭാഗം പോസിറ്റീവ് പുറഭാഗം നെഗറ്റീവും ഈ ഭാഗം വീണ്ടും പഴയ രീതിയിലേക്ക് തിരിച്ചു വരും. അത് നിങ്ങൾക്ക് പറയാനില്ല, എന്നാലും നിങ്ങളത് എന്താവുമെന്ന് വിചാരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ഈ ആവേഗം കടന്നു പോകുന്നത്. അപ്പം നിങ്ങൾക്കത് വളരെ കുറച്ച് മാത്രമേ പഠിക്കുള്ളൂ, അത്രയും പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ആവേഗങ്ങൾ രൂപപ്പെടുന്നതും കടന്നു പോകുന്നതും എങ്ങനെയെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഒരു ആക്സോണിൻ്റെ പ്ലാസ്മ സ്തരത്തിന് പുറം വശം പോസിറ്റീവ് ചാർജും ഉൾവശം നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അയണുകളുടെ വിതരണത്തിലുള്ള വ്യത്യാസം കാരണം സംഭവിക്കുന്നു. ഉദ്ദീപനം അനുഭവപ്പെടുമ്പോൾ ആ ഭാഗത്ത് മാത്രം അയണുകളുടെ വിതരണത്തിലൊരു മാറ്റം സംഭവിക്കുകയും ഉൾഭാഗം പോസിറ്റീവും പുറഭാഗം നെഗറ്റീവ് ചാർജുമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇത് ഒരു ആവേഗം രൂപപ്പെടുന്നതിന് കാരണമാകുകയും ഈ മാറ്റം തൊട്ടടുത്ത ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോൾ അവിടെയും സമാനമായ വ്യത്യാസം വരികയും അത്തരത്തിൽ ആവേഗം കടന്നു പോവുകയും ചെയ്യും. Okay, how impulse get generated and transmitted through axon. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. എങ്ങനെയാണ് ഇമ്പൾസ് രൂപപ്പെടുന്നത്, ട്രാൻസ്മിറ്റ് എങ്ങനെ പറയണം? In an axon, the outside of the plasma membrane is positively charged and inside become negatively charged. It is due to the change in the distribution of ions. Okay, when a stimulus applied, there is a change in the distribution of ion and inner surface become positively charged and outer surface become negatively charged only at that particular part. This momentary charge difference stimulates the adjacent part and thus the impulse get transmitted through axon. Clear ആയോ? ഒരിക്കൂടെ പറയണോ? ഒരു റെസ്റ്റിങ്ങിലിരിക്കുന്ന പ്ലാസ്മ, നിങ്ങൾ അതൊന്നും പറയണ്ട. പ്ലാസ്മ മെമ്പറേൻ്റെ ആക്സോണിൻ്റെ പ്ലാസ്മ മെമ്പറേൻ്റെ ഔട്ടർ സർഫേസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ഇന്നർ സർഫേസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ് ആൻഡ് വെൻ എ സ്റ്റിമുലസ് അപ്ലൈഡ് there is a change in the distribution of ions and the inner surface become positively charged and the outer surface become negatively charged only at that particular part. This momentary charge difference stimulate the adjacent part and similar changes occurs there also and thus the impulse get transmitted through axon. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോസിറ്റീവ് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇത് പുസ്തകത്തിലുള്ള പടങ്ങൾ 2-3 ചിത്രമായിട്ട് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നെഗറ്റീവ്. ഇതിന് നമ്മൾ എ എന്ന് ബി എന്ന് സി എന്ന് ഇങ്ങനെ തിരിച്ചു വയ്ക്കുകയെ. അപ്പോൾ ഇവിടെ സ്റ്റിമുലസ് അപ്ലൈ ചെയ്തു, പെട്ടെന്ന് ഇതിൻ്റെ പുറം ഭാഗം നെഗറ്റീവായിട്ട് മാറി ഉൾഭാഗം പോസിറ്റീവ്, ഒരു ഇലക്ട്രിക് കറണ്ട് രൂപപ്പെട്ടു. ഇത് പെട്ടെന്ന് തൊട്ടടുത്ത ഭാഗത്ത് സ്റ്റിമുലേറ്റ് ചെയ്തു, ഇവിടെ പുറം ഭാഗം നെഗറ്റീവായി ഉൾഭാഗം പോസിറ്റീവായി, ഇവിടെ വീണ്ടും പഴയ രീതിയിലേക്ക് ഇത് തിരിച്ചു വരും. അടുത്ത് നോക്കിയാൽ ഇത് അടുത്ത ഭാഗത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഇവിടെ ഉൾഭാഗം പോസിറ്റീവായിട്ട് മാറും,
നെഗറ്റീവായിട്ട് മാറും. ഇത് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും. ഇങ്ങനെ മാറി മാറി ഇത് നമ്മൾ പറയുന്നതിൻ്റെ അത്രയും മന്ദതയിലല്ല കേട്ടോ നടക്കുന്നത്, വളരെ വേഗത്തിൽ നടക്കുന്നത്. അപ്പം ഇതാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന വിധം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 സെക്ഷനായിട്ട് അത് കൊടുത്തിട്ട് 3-4 ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ട് അത് ഒരുമിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ആ ചാർജ് ഡിഫറൻസ് വരുന്നതെന്ന്. അങ്ങനെയാണ് ഇമ്പൾസ്. ഇത് പ്രധാനപ്പെട്ട പോർഷനായിട്ട് നന്നായിട്ട് പഠിച്ചുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതൊരു ചെറിയൊരു പ്രശ്നം വരുന്ന ഭാഗമാണ്. പഠിക്കുമ്പോൾ ഒരു സംശയം തോന്നാം, കുഴപ്പമില്ല, പഠിച്ചോളാം, മനസ്സിലാവും. ഇല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് രണ്ടും ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും എങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചേ? സിനാപ്സ് എന്താണെന്ന് പഠിച്ചു. സിനാപ്സ് എന്തൊക്കെ ആവാം, 2 ജംഗ്ഷൻ ന്യൂറോണുകളുടെ ജംഗ്ഷൻ മാത്രമല്ല പിന്നെ എന്തൊക്കെ ആവാം നമ്മൾ പഠിച്ചു. സിനാപ്സിലൂടെ ഇമ്പൾസ് കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ ഇപ്പോൾ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അത് ആക്സോണിലൂടെ കടന്നു പോകാനുള്ള കാരണം എന്താ, മാറ്റം സംഭവിച്ച് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വീണ്ടും നമ്മളിപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് ബ്രെയിനും സ്പൈനൽ കോഡും. നമ്മൾ അടുത്ത് പഠിക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് ബ്രെയിനാണ്. ഓക്കെ, അടുത്ത നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളായ ബ്രെയിന്, സ്പൈനൽ കോഡ്, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രെയിന് പഠിക്കാം. ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ഇതിൽ കുറച്ച് പാർട്സ് കാണിച്ചിട്ടുണ്ട്. ഇത്രയാണോ ബ്രെയിനിൻ്റെ പാർട്സ് എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇമ്പോർട്ടൻ്റ് പാർട്സ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പാർട്സുകളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ബ്രെയിനിൻ്റെ 5 പാർട്സ്, ഈ 5 പാർട്ടിൻ്റെ പ്രത്യേകത, പെക്യൂലിയാരിറ്റി, പിന്നെ അതിൻ്റെ ഫങ്ഷൻസ്. ഞാൻ ആ ന്യൂറോണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചില സൂചനകളായിരിക്കും നിങ്ങൾക്ക് തരിക. ചിത്രം ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിതും. അപ്പോൾ ഇതിനകത്ത് തരുന്ന നിങ്ങൾക്ക് സൂചനകളായിരിക്കും തരിക. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം ആ സൂചന വെച്ചിട്ട് ഏത് ഭാഗമാണ് ഞാൻ അടയാളപ്പെടുത്തേണ്ടതെന്ന്. അപ്പോൾ സൂചനകൾ അറിയണമെങ്കിൽ പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് ഓരോ ഭാഗത്തിൻ്റെ പ്രത്യേകതകൾ, ചിലപ്പോൾ പ്രത്യേകത വെച്ചിട്ടായിരിക്കാം സൂചന, അല്ലെങ്കിൽ ധർമ്മം വെച്ചിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് പഠിക്കുക. നിങ്ങൾ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സെറിബെല്ലം, പിന്നെ തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലാങ്കേറ്റ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നോക്കേണ്ടത് ബ്രെയിന്. നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മുടെ തലയോട്ടിക്ക് ഉള്ളിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്, അതറിയാമല്ലോ. അപ്പോൾ ഈ ബ്രെയിന് നമ്മൾ ഒരു ഭാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ശരീരഭാഗങ്ങൾ മിക്കവാറും പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് പഠിക്കുക. അപ്പോൾ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇത് നമ്മുടെ സെൻറ്ററാണ്. അപ്പോൾ ബ്രെയിനിന് ഒരു ഡാമേജ് വന്നാൽ കഴിഞ്ഞു, അറിയാമല്ലോ, മറ്റു ഭാഗങ്ങളെ പോലെ അല്ല. അപ്പോൾ നന്നായിട്ട് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളൊരു ഭാഗമാണ്. അതിന് വേണ്ടിയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും അതിനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊട്ടക്ഷൻ? ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ, നമ്മൾ ചെറുതായിട്ട്, നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെയിനാണ് എന്ന് വെച്ചാൽ നമ്മൾ തല ചെറുതായിട്ടൊന്ന് തട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ ബ്രെയിന് ഡാമേജ് വരാറില്ലല്ലോ. എന്തുകൊണ്ടാണ്? നമ്മൾ പുറത്ത് തട്ടുന്ന ഭാഗത്ത് ശരിക്കും എവിടെ തട്ടുന്നത്? നമ്മുടെ തലയോട്ടിയിലാണ് തട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ അത് തന്നെയാണ്. ഏതാ? സ്കൾ എന്ന് പറയുന്ന തലയോടി തന്നെയാണ് ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ. ഇനി രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ, ഈ ബ്രെയിനിനെ എങ്ങനെ പൊതിഞ്ഞുകൊണ്ട് 3 ലെയറുകളുള്ള ഒരു ആവരണമുണ്ട്. 3 പാളിയുള്ള, 3 പാളിയുടെ പേരൊന്നും നിങ്ങൾ പറയണ്ട, 3 പാളിയുണ്ടെന്ന് മാത്രം. 3 പാളികളോടുകൂടി ഒരു ആവരണമുണ്ട്, 3 ലെയർഡ് മെമ്പറൈൻ. ഈ മെമ്പറൈൻ്റെ പേരാണ് മെനിഞ്ചസ് എന്നാണ് അതിൻ്റെ പേര്. മലയാള പേരും അത് തന്നെയാണ്, മെനിഞ്ചസ്. ഇനി മൂന്നാമത്തെ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ ഈ മെനിഞ്ചസിലെ പാളികളുടെ ഇടയിൽ ഒരു ദ്രാവകമുണ്ട്, ഒരു ഫ്ലൂയിഡുണ്ട്. ഈ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് CSF. എന്താണ് CSF? നിങ്ങൾ ഉദ്ദേശിച്ച CSF അല്ല, എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. മലയാളത്തിലും അത് തന്നെയാണ്, സെറിബ്രോ സ്പൈനൽ ദ്രവം എന്നാണ് അതിൻ്റെ പേര്. സെറിബ്രോ സ്പൈനൽ ദ്രവമെന്നോ അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഇതിന് നമ്മളിനി അങ്ങോട്ട് സ്പൈനൽ കോഡിലും ഒക്കെ പഠിക്കും കേട്ടോ, CSF എന്ന് പഠിക്കും. അപ്പോൾ ഇത് 3 പ്രൊട്ടക്ഷൻ. അപ്പോൾ ആദ്യം ഒരു തട്ട് കിട്ടിയ സ്കളുണ്ട്, അത് കഴിഞ്ഞാൽ 3 ലെയർ, 3 പാളിയുള്ള മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസിൻ്റെ പാളികൾക്കിടയിൽ ഒരു ദ്രാവകമുണ്ട്. ഈ ദ്രാവകം അതിനെ ഒരു ഷോക്ക് വന്നാൽ ഒരു പ്രൊട്ടക്ഷൻ, ഈ ഷോക്കിനെ അബ്സോർവ് ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഇപ്പോൾ 3 പ്രൊട്ടക്ഷൻ, 3 മെഷേഴ്സും ഉണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് പഠിക്കാം. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയെന്ന് പഠിക്കണം. ഒന്നാമത്തെ ഫങ്ഷൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞു, എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. ശരിയല്ലേ? ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷൻ, മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണം ഒരു ജോലി.
അഡീഷണലായിട്ട് 2 ജോലി കൂടെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ CSF സെറിബ്രോ സ്പൈനൽ ദ്രവം ഉണ്ടാകുന്നതും ബ്ലഡിൽ നിന്നാണ്, തിരിച്ചു പോകുന്നത് ബ്ലഡിലേക്കാണ്. അപ്പോൾ ബ്ലഡിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ബ്രെയിനിലെ ടിഷ്യൂവിന് ആവശ്യമുള്ള ഓക്സിജനും ഒപ്പം ന്യൂട്രിയൻസും ഇത് പ്രൊവൈഡ് ചെയ്യും, ബ്ലഡിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോഷകഘടകങ്ങളും ഓക്സിജനും ആർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്? മസ്തിഷ്കത്തിലെ കലകൾക്ക്, ബ്രെയിൻ ടിഷ്യൂവിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് CSFൻ്റെ അഡീഷണൽ ഒരു ജോലി. ഇനി ഒരു ജോലിയും കൂടെ ഉണ്ട്, നമ്മുടെ ബ്രെയിനകത്തുള്ള മർദ്ദം ക്രമീകരിക്കുക. സോ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിൻ്റെ ഉള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നതും CSF. ബ്രെയിനിൻ്റെ സംരക്ഷണ മാർഗങ്ങൾ ഏതൊക്കെയാണ്? തലയോടിനുള്ളിൽ സംരക്ഷിച്ചിരിക്കുന്നു. 3 പാളികളുള്ള മെനിഞ്ചസ് എന്ന സ്ഥലത്താൽ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നു. മെനിഞ്ചസിലെ പാളികൾക്കിടയിൽ കാണുന്ന സെറിബ്രോ സ്പൈനൽ ദ്രവം സംരക്ഷണം നൽകുന്നു. സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന് മസ്തിഷ്കത്തെ സംരക്ഷിക്കുക എന്നതിന് പുറമെ മറ്റു ധർമ്മങ്ങളുമുണ്ട്. എന്താണ്? രക്തത്തിൽ നിന്ന് ഊറി വരുന്നത് കൊണ്ടും രക്തത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നത് കൊണ്ടും മസ്തിഷ്കത്തിലെ കലകൾക്കാവശ്യമായ ഓക്സിജനും പോഷകങ്ങളും പ്രദാനം ചെയ്യുന്നു. കൂടാതെ തലച്ചോറിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നതും CSF. അപ്പോൾ പ്രൊട്ടക്റ്റ് മെഷേഴ്സ് ഓഫ് ബ്രെയിൻ, പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ, പ്രൊട്ടക്റ്റഡ് ബൈ 3 layers membrane called meninges, and in between the layers of meninges there is a fluid called cerebrospinal fluid that is additional to functions of cerebrospinal fluid. First one is it protects the brain, then it provide oxygen and nutrients to the tissues of brain, and the third one it helps to maintain the pressure inside the brain. നമുക്ക് ബ്രെയിനിൻ്റെ ഭാഗങ്ങളെ ഓരോന്നായിട്ട് നോക്കാം. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. അപ്പോൾ ആദ്യത്തെ ഭാഗമാണ് സെറിബ്രം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, നിങ്ങൾ കാണുന്നതിൽ ലാർജസ്റ്റ് പാർട്ടും അത് തന്നെയാണ് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് സെറിബ്രത്തിൻ്റെ പ്രത്യേകത. ഒന്നാമത്തെ, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഇനി നിങ്ങൾക്ക് സെറിബ്രത്തിനകത്ത് കാണാം കുറേ ഫിഷേഴ്സ് ആൻഡ് ഫോൾസ്, ചുളിവുകളും ജാലുകളും മടക്കുകളും ഒക്കെ കാണാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ സെറിബ്രത്തിന് ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ന്യൂറോണുകളെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് പറയണ്ട, നമുക്ക് പറയേണ്ടത് എന്താ? നമ്പർ ഓഫ് ഫോൾസ് ആൻഡ് ഫിഷേഴ്സ് ആർ സീൻ എന്ന് വെച്ചാൽ എന്താ? ചുളിവുകളും മടക്കുകളും ചാലുകളും കാണപ്പെടുന്ന ഒരു ഭാഗം. ചുളിവുകളും മടക്കുകളും ഒക്കെ ധാരാളമായി കാണപ്പെടുന്ന വലിയ ഭാഗമാണ്, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറം ഭാഗത്തെ നമ്മൾ കോർട്ടക്സ് എന്നും ഉൾഭാഗത്തെ നമ്മൾ മെഡുല എന്നും വിളിക്കും. പുറം ഭാഗത്തിന് കോർട്ടക്സ്, സെറിബ്രൽ കോർട്ടക്സ് എന്നും ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കും. സെറിബ്രത്തിനാണ് കൂടുതൽ പ്രത്യേകതകളുള്ളത്. നാലാമത്തത്, ഈ കോർട്ടക്സിൻ്റെ ഔട്ട്സൈഡിൽ ഇവിടെ ഒരു പ്രധാന കാര്യം, ഔട്ട്സൈഡ് ബിക്കം ഗ്രേ മാറ്റർ ആൻഡ് ഇൻസൈഡ് ഈസ് കാൾഡ് വൈറ്റ് മാറ്റർ. അപ്പോൾ എന്താണ് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ? മൈലിനേറ്റഡ് ന്യൂറോണിലേക്ക് പോവുക. മൈലിനേറ്റഡ് ന്യൂറോണുകളെ നിങ്ങൾക്കറിയാം. ന്യൂറോണിൻ്റെ ആക്സോണിനെ പൊതിഞ്ഞ് മൈലിൻ കാണും. മൈലിൻ്റെ നിറം എന്താ? വെളുത്ത തിളക്കമുള്ള നിറം. അപ്പം നോക്കുക, ഈ വെളുത്ത തിളക്കമുള്ള ആക്സോണുകൾ ഇങ്ങനെ കിടന്നാലോ, ആ ആക്സോണുകൾ കൂട്ടത്തോടെ കണ്ടാലോ, വെളുത്ത തിളക്കമുള്ള ഉറകളിട്ട കുറേ ഭാഗം അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നവർക്ക് ഒരു വൈറ്റ് ഷൈനി അപ്പിയറൻസ് ആയിരിക്കൂലേ, ഒരു വെളുത്ത തിളക്കത്തിൽ ആ ഭാഗം അത്രയും കാണൂലേ, അതാണ് വൈറ്റ് മാറ്റർ. ഇനി എന്നാൽ അതായത് ഒരു ന്യൂറോണിൻ്റെ കോശ ശരീരത്തിൽ ഒരിക്കലും എന്തില്ല? മൈലിനില്ല. അപ്പം ഈ കോശ ശരീരങ്ങൾ അല്ലെങ്കിൽ സെൽ ബോഡികൾ കാണപ്പെടുന്ന ഭാഗം കുറച്ച് ഡിമ്മായിട്ട് കാണാം, ഗ്രേ കളറിൽ കാണും, അതാണ് ഗ്രേ മാറ്റർ. അപ്പോൾ ഒരു സെറിബ്രത്തിൽ പുറഭാഗത്ത് മൈലിനില്ലാത്ത സെൽ ബോഡികൾ അബണ്ടൻ്റായിട്ട് കാണും, അവിടെ ഗ്രേ കളറിൽ കാണും, ചാര നിറത്തിൽ കാണും. ആ ഭാഗത്തെ എന്ത് വിളിക്കും? ഗ്രേ മാറ്റർ എന്നും. സെറിബ്രത്തിൻ്റെ ഉൾഭാഗത്ത് മൈലിനുള്ള ആക്സോണുകൾ കൂടുതലായി ഞെരുങ്ങി കാണും, ആ ഭാഗം വെളുത്ത തിളക്കത്തിൽ കാണും, ഈ ഭാഗമാണ് വൈറ്റ് മാറ്റർ. അപ്പോൾ ഈ ന്യൂറോണിൻ്റെ മൈലിൻ ഇരിക്കുന്ന അനുസരിച്ചാണ് ഈ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിക്കുക, സെറിബ്രത്തിൻ്റെ ഔട്ട്സൈഡ് ഈസ് ഗ്രേ മാറ്റർ ആൻഡ് ഇൻസൈഡ് വൈറ്റ് മാറ്റർ. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഈ സെറിബ്രത്തിൻ്റെ ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെറിബ്രം ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെറിബ്രത്തിൻ്റെ ജോലികളെന്ന് പറയുന്നത് ഇറ്റ് കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്.
വോളണ്ടറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഐച്ഛിക ചലനങ്ങൾ. എന്താണ് ഐച്ഛിക ചലനം? നമ്മുടെ ഇഷ്ടത്തിനുള്ള ചലനങ്ങൾ. കൈ ചലിപ്പിക്കുക, കാല് ചലിപ്പിക്കുക, നാവ് ചലിപ്പിക്കുക, നമ്മുടെ ഇഷ്ടത്തിന് നടക്കുന്നതാണ് നമ്മുടെ കൺട്രോളിൽ. ഇതാണ് വോളണ്ടറി മൂവ്മെൻറ്റ്. അപ്പോൾ വോളണ്ടറി മൂവ്മെൻറ്റിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന സെറിബ്രമാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് സെൻസേഷൻസ്. അതായത് ഇന്ദ്രിയ അനുഭവങ്ങൾ. ഇന്ദ്രിയ അനുഭവങ്ങൾ എന്താ? കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, സ്പർശനം അറിയുന്നു. ഈ സെൻസേഷൻസ്, അതായത് സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നു അതെല്ലാം ആ ഇന്ദ്രിയ അനുഭവങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രം പിന്നെ ഇനി ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ്, ഇതിൽ ഒരുപാട് പറയാനുണ്ട്. ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ഇമാജിനേഷൻ, തോട്ട്, ഇൻ്റലിജൻസ്. ഇതെല്ലാം ഇത് തന്നെയാണ്. അതായത് ബുദ്ധിയുടെ കേന്ദ്രം, ഓർമ്മയുടെ കേന്ദ്രം, പിന്നെ സങ്കല്പത്തിൻ്റെ കേന്ദ്രം. ഇതെല്ലാം ഇമാജിൻ ചെയ്യുന്ന എല്ലാം നമ്മൾ സെറിബ്രം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ സെറിബ്രത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. വലിയ ഭാഗമാണ്. ഇനി ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നുണ്ട്. പുറംഭാഗം കോർട്ടക്സ്, ഉൾഭാഗം മെഡുല എന്ന് പറയുന്നു. ഇനി കോർട്ടക്സിൽ തന്നെ പുറംഭാഗത്ത് ഗ്രാം മാറ്റർ, ഉൾഭാഗത്ത് വൈറ്റ് മാറ്റർ. ഇനി ജോലികൾ എന്താ? ഐച്ഛിക ചലനത്തെ നിയന്ത്രിക്കുന്നു, ഇന്ദ്രിയ അനുഭവങ്ങളെ നിയന്ത്രിക്കുന്നു, ഇമാജിനേഷൻ, തോട്ട്, ഇൻ്റലിജൻസ്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രം. ഇനി രണ്ടാമത്തെ ഭാഗമാണ് ബ്രെയിനിലെ സെറിബെല്ലം. അപ്പോൾ സെറിബെല്ലത്തിൻ്റെ പ്രത്യേകതകൾ, ഇത് സെറിബ്രത്തിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ ആൾസോ പ്രസൻറ്റ് ഇൻ സെറിബെല്ലം. ഇവിടെ അതിനകത്ത് ഫിഷേഴ്സ്, ഫോൾഡുകളും ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത ഫോൾസ് ആൻഡ് ഫിഷേഴ്സ് ആർ സിൻ, ചുളുകളും മടക്കുകളും ഉണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറിബെല്ലത്തിൻ്റെ പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കോഓർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ്. എന്താണ് മസ്കുലാർ ആക്ടിവിറ്റീസ്? നമ്മുടെ പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോഴാണ് നമ്മൾ ബാലൻസ് തെറ്റാതെ നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബോഡി ബാലൻസ്. നമ്മുടെ സന്തുലനാവസ്ഥ നിലനിർത്താതെ തുലന നില പാലിക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുക. തുലന നില പാലിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ സെറിബെല്ലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്, രണ്ടാമത്തെ വലിയ ഭാഗമാണ്, ചുളിവുകളും മടക്കുകളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ജോലി എന്താ? പേശി പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് തുലന നില പാലിക്കാൻ സഹായിക്കും. ഇറ്റ് കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബോഡി ബാലൻസ് ഓർ ഇക്വിലിബ്രിയം. അത് കീപ്പ് ചെയ്യാൻ സഹായിക്കും. ഇനി മെഡുല ഒബ്ലോങ്കേറ്റ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കടുത്ത് തലാമസിലോട്ട് പോകാം. ഇത് തലാമസ്, ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് തലാമസ് എന്ന് പറയുന്ന ഭാഗം. ഈ തലാമസിനെ അറിയപ്പെടുന്ന പേര് ഇറ്റ് ഈസ് നോൺ ആസ് ദ റിലേ സ്റ്റേഷൻ ഓഫ് ബ്രെയിൻ. അപ്പോൾ എന്തുകൊണ്ട് അതിനെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്? ബ്രെയിനിലോട്ട് അങ്ങോട്ട് പോകുന്ന, അതായത് സെറിബ്രത്തിലോട്ട് അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതുമായിട്ടുള്ള എല്ലാ ഇമ്പൾസുകളെയും അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്ത ശേഷം ഇമ്പോർട്ടൻ്റ് ഒന്നിനെ മാത്രം, അത്യാവശ്യമുള്ളവയെ മാത്രം കടത്തിവിടും. അങ്ങനെ പുനഃപ്രേഷണ കേന്ദ്രമെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പുനഃപ്രസരണ കേന്ദ്രമെന്നാണ് തലാമസിനെ അറിയപ്പെടുന്നത്. അതായത് ആദ്യം ആവേഗങ്ങളെല്ലാം തലാമസിലെത്തുകയും അവിടെ വിശകലനം ചെയ്യപ്പെട്ട ശേഷം മാത്രം ഇമ്പോർട്ടൻസ് അനുസരിച്ച് മാത്രമേ സെറിബ്രത്തിലേക്ക് അതിനെ തലാമസ് കടത്തിവിടൂ. അതുകൊണ്ട് തലാമസിനെ പറയുന്നത് റിലേ സ്റ്റേഷൻ, പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടും. അപ്പോൾ ഇത് തന്നെയാണ് തലാമസിൻ്റെ ജോലി. അപ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് ദ റിലേ സ്റ്റേഷൻ ഓഫ് ബ്രെയിൻ, പുനഃപ്രസരണ കേന്ദ്രമെന്ന് അറിയപ്പെടും. എന്തായതിന് കാരണം? ഇറ്റ് അനലൈസ് ദ ഇമ്പൾസ്, അത് ആവേഗങ്ങളെ വിശകലനം ചെയ്യുകയും ആൻഡ് സെൻഡ് ടു ദ സെറിബ്രം, അവിടെ വിശകലനം ചെയ്ത ശേഷം മാത്രം അത് സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്നത് കൊണ്ട് തലാമസിന് എന്തറിയപ്പെടുന്നു? റിലേ സ്റ്റേഷൻ ഓഫ് ബ്രെയിൻ. ഇനി അടുത്ത് നോക്കിയാൽ ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് വീണ്ടും നമ്മൾ ഒരിക്കൽ പഠിക്കും. ഹോർമോണിൻ്റെ പാഠത്തിനകത്ത് വീണ്ടും ഈ നമ്മൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് പഠിക്കും. ഒരു ഗ്രന്ഥിയും കൂടെയാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസ് ഇറ്റ് ഈസ് സീൻ ബിലോ ദ തലാമസ്. തലാമസിന് താഴെയായിട്ട് കാണപ്പെടും. ഇനി ഹൈപ്പോതലാമസിൻ്റെ ഒന്ന് കാണപ്പെടുന്നത് എന്താ? ഇറ്റ് ഈസ് സീൻ ബിനീത്ത് ദ തലാമസ് ഓർ
തലാമസിന് താഴെയായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ബിലോ ദ തലാമസ്, അത് തലാമസിന് താഴെ ചുവടെ കാണപ്പെടുന്നു. ഇനി ഇതിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റേസിസ്, അതായത് ഇത് നമ്മുടെ ആന്തര സമസ്ഥിതി പാലനം എന്നാണ് പറയുക. എന്താണ് ഈ ആന്തര സമസ്ഥിതി പാലനം? നിങ്ങളുടെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ടിഷ്യൂ ഫ്ലൂയിഡ്, അതായത് ടിഷ്യൂ ദ്രവത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുണ്ടാകുന്നത് എങ്ങനെ? ബ്ലഡിൽ നിന്നുണ്ടാകുന്നു, കോശങ്ങൾക്കിടയിൽ നിറയുന്നു, അതിൻ്റെ ഘടന മാറിക്കൊണ്ടിരിക്കും, അവിടെ നിന്ന് അനാവശ്യ വസ്തുക്കളെ നീക്കം ചെയ്യുമൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ? അപ്പോൾ അതുപോലെ ആ ആവശ്യമില്ലാത്ത വസ്തുക്കളെ നീക്കം ചെയ്താൽ മാത്രമേ സമസ്ഥിതി പാലിക്കാൻ പറ്റൂ, ഹോമിയോസ്റ്റേസിസ് പാലിക്കാൻ പറ്റുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിലൊരു വസ്തുവാണ് വാട്ടർ. അപ്പം ജലം ആവശ്യത്തിൽ കൂടുതൽ ശരീരത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. ആവശ്യത്തിൽ കൂടുതലുള്ള ജലത്തെ അത് മൂത്രരൂപത്തിലേക്ക് യൂറിനായിട്ട് പുറത്തേക്ക് കളയുമല്ലോ. അങ്ങനെ കളയുന്ന ആ മൂത്രത്തിൻ്റെ അളവ്, യൂറിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണുണ്ട്, വാസോപ്രസിൻ എന്നും പറഞ്ഞ്. ആ വാസോപ്രസിൻ നിർമ്മിക്കുന്നത് ഹൈപ്പോതലാമസാണ്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ പറയുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റേസിസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹോർമോണിൻ്റെ പാഠത്തിൽ നമ്മൾ കൂടുതൽ പഠിക്കും. ഇപ്പോൾ ഈ ഹോമിയോസ്റ്റേസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇപ്പോൾ അത് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സമസ്ഥിതി പാലനത്തെ സഹായിക്കുന്നു, ഹോമിയോസ്റ്റേസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു ഇത് ഹൈപ്പോതലാമസ്. ഇനി അവസാന ഭാഗത്തേക്ക് നോക്കുക. മെഡുല ഒബ്ലാങ്കേറ്റ കണ്ടോ സർ? അത് ബ്രെയിനിന് ചുവടായിട്ട് ഒരു ദണ്ട് പോലെ അല്ലേ, ഒരു സ്റ്റെം ലൈക്ക് സ്ട്രക്ചറാണ്, ഒരു ദണ്ട് പോലെ കാണപ്പെടുന്നു. സെർബത്തിന് ചുവടായിട്ട് കാണപ്പെടും, ഒരു പിടി ഇങ്ങനെ വെച്ചതുപോലെ കാണും. ഓക്കെ, ഇനി ഇതിന് 2-3 പാർട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് മെഡുല ഒബ്ലാങ്കേറ്റ് എന്ന് പഠിക്കുക. അപ്പോൾ അതൊരു സെർബത്തിന് ചുവടെ ഒരു റോഡ് പോലെ, നമുക്ക് സ്റ്റെമ്മിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് ഒരു ദണ്ട് പോലെ കാണപ്പെടും. ഇനി ഇതിൻ്റെ ജോലി എന്താണെന്നറിയോ? ഇറ്റ് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ്, അനൈച്ഛിക ചലനം. നമ്മളറിയാതെ നമ്മൾ ചെയ്യുന്ന ചലനങ്ങൾ ഏതൊക്കെയാണ്? ബ്രീത്തിങ് നമ്മളെ കൺട്രോളിലാണോ? നമ്മൾ അറിയുന്നുണ്ടോ? അല്ല. ഹാർട്ട് ബീറ്റ് നമ്മളെ കൺട്രോളിലാണോ? നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. നമ്മൾ അറിയാതെ എന്ന് പറയുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പോൾ കൈ ചലിപ്പിക്കുക, നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ ചലിപ്പിക്കേണ്ട. പക്ഷേ ഹാർട്ട് അങ്ങനെയല്ല, അത് അതിൻ്റെ ഒരു താളത്തിലാണ് ഇരിക്കുന്നത്. ആ താളത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ആളാണ് ആരാ? മെഡുല ഒബ്ലാങ്കേറ്റ. അപ്പോൾ ശ്വാസോച്ഛ്വാസ, ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ് തുടങ്ങിയ അനൈച്ഛിക ചലനങ്ങളെ, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനം, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പ്രവർത്തനങ്ങളെ, മൂവ്മെൻറ്റുകളെ, ഇൻവോളണ്ടറി മൂവ്മെൻറ്റുകളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പുറന്തലയ്ക്കൊക്കെ ഒരുപാട് ഷോക്ക് ഏൽപ്പിക്കുക എന്ന് പറയുന്ന കാരണം. അപ്പോൾ അത് ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ അവിടെ ഇരിക്കുകയാണ്. ഇനി മെഡുല ഒബ്ലാങ്കേറ്റ സ്പൈനൽ കോഡായിട്ട് താഴേക്ക് പോകും. അപ്പോൾ പാർട്സ് വേഗത്തിലൊന്ന് നോക്കാം. സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലാങ്കേറ്റ. ഇങ്ങനെ 5 പ്രധാന ഭാഗങ്ങൾ ചേർന്നതാണ്. ഓരോന്നിനും പ്രത്യേക അതിൻ്റെ പെക്യൂലിയാരിറ്റീസ് ഉണ്ട്, ഓരോന്നിനും പ്രത്യേക ഫങ്ഷൻസ്. ഇനി നിങ്ങൾക്ക് ചിത്രം അടയാളപ്പെടുത്താൻ ചോദിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഇതിലേതെങ്കിലും ഒരു പ്രത്യേകത, ഒന്നാമത്തെ നിങ്ങളോട് ചോദിക്കുന്നത് പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് കൺട്രോൾ വോളണ്ടറി ആക്ഷൻ, നിങ്ങളിവിടെ അടയാളപ്പെടുത്തേണ്ടി വരും സെർബ്രം. ദ പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി ഓർ പാർട്ട് വിച്ച് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബോഡി ബാലൻസ്, ഈക്വിലിബ്രിയം, എവിടെ അടയാളപ്പെടുത്തേണ്ടി വരും? സെറിബെല്ലം. ഇനി അതുപോലെ റിലേ സ്റ്റേഷൻ ഓഫ് ബ്രെയിൻ, കൂടുതൽ ചോദിക്കുന്ന ഒരു റിലേ സ്റ്റേഷൻ ഓഫ് ബ്രെയിൻ, ലേബൽ ദ പാർട്ട്. അപ്പോൾ എവിടെ നിങ്ങൾ ലേബൽ ചെയ്യുക? തലാമസ്. ഇനി ദ പാർട്ട് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റേസിസ്, ഏത് ഭാഗം വരും? ഹൈപ്പോതലാമസ്. ഇങ്ങനെയാണ് സൂചനകൾ വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഈ 5 ഭാഗങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം വരച്ച് പഠിക്കുക, പാർട്സ് ലേബൽ ചെയ്ത് പഠിക്കുക. ഇനി ഓരോ പാർട്സ് ലേബൽ ചെയ്യുമ്പോൾ അതിലല്ലാതെ വേറൊരു ഭാഗത്ത് ഇതുപോലെ അതിൻ്റെ ഫങ്ഷൻസ് ഇങ്ങനെ എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ 5 ഭാഗങ്ങളും ഓരോന്നിനും ഓരോ ധർമ്മങ്ങളും മറന്നു പോകാതെ ഇങ്ങനെ ഒരു ചിത്രം വരച്ച് പഠിക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഓക്കെ. ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി 8 മണിക്ക് സൂം ആപ്പിലൂടെ ഒരു ലൈവ് ചാറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ പഠിപ്പിച്ച ഭാഗത്ത് ഏത് സംശയം ഉണ്ടെങ്കിലും ഓരോരുത്തർക്കായിട്ട് ചോദിക്കാവുന്നതാണ്. നന്നായി പഠിച്ച ശേഷം എല്ലാ സംശയങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കുക. ആ സമയത്ത് എന്നോട് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ സംശയം തീർത്ത് തരുന്നതാണ്. ഓക്കെ.